സോ നൗ വി ഹാവ് നമ്മളുടെ ട്രിപ്പ് കുറച്ച് ആഡ് ഓൺ ആയില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ലോനാവല വന്നു, പിന്നെ ഇപ്പോൾ വിയറ്റ്നാം പോവും, പിന്നെ മലേഷ്യ. ഏത് വെൽഫെയർ അല്ലേ? പിന്നെ ബാക്കൊന്നും ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവ് അല്ലേ വണ്ടിക്ക്. വെൽഫെയറിനെ പറ്റി സംസാരിക്കണം നമ്മളിപ്പോൾ. വെൽഫെയർ ആര്? ടൊയോട്ടയുടെയാ? ടൊയോട്ട എനിക്കിഷ്ടപ്പെട്ടില്ല. ആർക്കും കൊള്ളാം, കുഴപ്പമില്ല. അത് ഭയങ്കര എന്തോ ഹൈഫൈ വണ്ടിമാരി ഉണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഈ എയർപോർട്ടിൽ നിന്നൊക്കെ പിക്ക് ചെയ്യാൻ വരില്ലേ, പുറത്ത് പോയി കഴിഞ്ഞാൽ അതുമാതിരത്തെ വണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോനാവല വിടുകയാണ്. ഇവിടുന്ന് 1 hour 57 minutes ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതായത് ഒരു 2 മണിക്കൂർ ഇനിയും കാണിക്കുന്നുണ്ട്. പക്ഷേ നോക്കാം എന്താവുന്നു. എത്തും. നമ്മുടെ എയർപോർട്ട് എത്തി. സക്സസ്. ഫൈനലി വി ആർ അറ്റ് ഛത്രപതി ശിവാജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ഇത്രയും മെല്ലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ മീറ്റിംഗ് നടക്കുക. കണ്ടോ ഇല്ലേ അച്ഛൻ്റെ? That's good to know that at least. ഫൈനലി ടെൻഷൻ അടിച്ച് മുംബൈ എയർപോർട്ട് എത്തി. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ മുംബൈ എയർപോർട്ട് എത്തി. ആൻഡ് വി ആർ ബിഫോർ ടൈം ടു. മുഖം കാണുമ്പോൾ ഭാഗ്യത്തിന് ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്തത്, നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഫ്ലൈറ്റിൽ വന്ന് നന്നായി. ഇല്ലെങ്കിൽ ശരിക്കും പെട്ടെന്നെ ട്രിപ്പും ക്യാൻസൽ ആയി തന്നെ. രക്ഷപ്പെട്ടു. പോരാത്തിന് നമുക്ക് കിട്ടിയ ഡ്രൈവറും അതെ സ്പീഡിൽ കൊണ്ടുവന്നതുകൊണ്ട് ഒരു അരമണിക്കൂർ അതിലും നമുക്ക് മെച്ചമായി കിട്ടി. ശരിക്കും ബോംബെയിൽ ട്രാഫിക് ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. അതായത് ആളെങ്ങനെയൊക്കെയോ എത്തിച്ചു നമ്മളിതപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ പോകണം. അപ്പോൾ ഗൈസ് നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എയർപോർട്ട് എത്തി, പക്ഷേ ചെക്കിൻ തന്നെ തുടങ്ങിയിട്ടില്ല. വി ആർ early it seems. അതെ, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ലേറ്റ് ആവുന്നുള്ള ടെൻഷനിലായിരുന്നു. 10:15 ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, നമ്മളിവിടെ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറായി. ഒരു 7:15 തുടങ്ങാൻ പറഞ്ഞത് ചെക്കിന്. ഇതുമായിരിക്കും തുടങ്ങിയിട്ടില്ല. 7:30 കൗണ്ടർ മൊത്തം ഖാലിയാണ്, മൊത്തം. ലൈനാണെങ്കിൽ നല്ല ക്യൂ. ഏതോ ഭാഗ്യത്തിന് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വന്ന് നിൽക്കണം. ലേറ്റ് ആയതാണെങ്കിൽ ബാക്കിലാണെങ്കിൽ അതിന് സമയം അല്ല, നല്ല ക്യൂ ഉണ്ട്. उसको प्राइस दे दिया, एक प्राइस दे दिया, नंबर ऐसा ही दे दिया. मैं बोला यार अगर ये सूट होगा तुमको सूट हो रहा है. Guys, we have crossed immigration ക്രോസ് ചെയ്തു. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ക്ഷീണമായി ഓൾറെഡി. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയും കൂടി ഉറക്കമുണ്ടാവില്ല. ദൈവമേ, എങ്ങനെയെങ്കിലും ഒന്ന് വേഗം എത്തിയാൽ മതി. അല്ലേ അമ്മു? ജസ്റ്റ് ഒന്ന് ഇരുന്ന് കിട്ടിയാൽ മതി. കുറച്ച് നേരം ഇരിക്കാനാണ് തിരക്കായിരിക്കുന്നത്. ഇരിക്കുകയല്ല, കിടക്കാൻ കിട്ടിയാൽ മതി. എനിക്കിത്തിരി കിടക്കാൻ കിട്ടിയാൽ മതി. എനിക്കൊന്ന് ഇത്തിരി ഇരിക്കാൻ കിട്ടിയാൽ മതി. എന്താ പറയുക, കുറേ നേരം അവിടെ ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് ലൈനിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ലേ, അത് ക്ഷീണമാക്കി. പക്ഷെ അടിപൊളി എയർപോർട്ട് കാണിച്ചുതരാം. വെയിറ്റ്. മുംബൈ എയർപോർട്ട്, മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട്. And it's nice. It's very fancy and our favorite MacD. ഇവിടെയാണോ ഫോട്ടോ എടുത്തത്? ഓ, എന്തൊക്കെയുണ്ട് ഗൈസ് ഇവിടെ. ഇതെന്താ സാധനം? ദേ കുറേ ആൾക്കാർ മോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫോണും മോട്ടോ ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഫോൺ അടിച്ചിരിക്കണമെന്ന്. മോട്ടോ അടിച്ചപ്പോൾ ഫൈനലി ദ കേഴ്സ് ഹാസ് ബീൻ ലിഫ്റ്റഡ്.
എനിക്ക് ഫൈനലി ഇൻ്റർനാഷണൽ ലോഞ്ചിൽ പെർമിഷൻ കിട്ടി അച്ഛൻ്റെ കാരണം. സോ യാ, സോ ഇറ്റ്സ് ഗോണ ബി മൈ ലൈക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ്. നോക്കാം ഹൗ ഇസ് ഇറ്റ് ഗോണ ബി. ഗൈസ് വി ആർ ടയേർഡ്, ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. നമ്മളിപ്പോൾ ലോഞ്ചിലാണ് ഇരിക്കുന്നത്. വെയിറ്റ് കാണിച്ചു തരാം. തിരക്ക് ഫുഡ് ഒരു തേങ്ങയൊക്കെ കൊള്ളില്ല. കുഴപ്പമില്ല. അവിടെ ആകെ ഒരു കേക്ക് നന്നായിട്ട്, വേറെ ഒരു സാധനം നന്നായിട്ടില്ല. അതാണ് ലോഞ്ച്. അമ്മു പിന്നെ കഴിക്കുക, അവൾക്ക് പാവം തലവേനിച്ചിട്ട് വയ്യ. ഗൈസ് ഇറ്റ് വാസ് വെരി അൺഫോർച്ചുനേറ്റ് ദാറ്റ് സൂറത്തിൽ നിന്ന് മുംബൈ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് വയ പൂനെ വരേണ്ടി വന്നു. ആൻഡ് ദാറ്റ് ടു ബൈ റോഡ് ഇറ്റ്സ് നോട്ട് ഈസി. ആക്ച്വലി സൂറത്ത് ടു പൂനെ എത്തിയത് നമ്മൾ അറിഞ്ഞില്ല. ദാറ്റ്സ് ബിക്കോസ് നമ്മൾ ഫ്ലൈറ്റിലായിരുന്നു. അപ്പം ഇറ്റ് വാസ് ഓൺലി 40 minutes ഓഫ് ഫ്ലൈറ്റ്. പക്ഷേ അത് കൂടിപ്പോയപ്പോൾ ലൈക്ക് ഇവിടുന്ന് പൂനെ എയർപോർട്ടിൽ നിന്ന് മുംബൈ എയർപോർട്ട് എത്തുമ്പോഴേക്കും നമ്മൾ ഒരു അവസ്ഥയായി. ബട്ട് ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫ്ലൈറ്റ് 11:30-ക്കാണ്. 9:30 ആയിട്ടേ ഉള്ളൂ. ഇനി ബാക്കിത്തെ വിശേഷങ്ങൾ, അപ്ഡേറ്റ്സ്. ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് ഫ്ലൈറ്റിൽ ഫുഡുണ്ട്. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ ഒരു എന്തെങ്കിലും കാണിക്കാം. എന്നാൽ ശരി, ടാറ്റ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത്രയും നല്ല എയർപോർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇവരവിടെ എങ്ങനെ പ്രാവ് വരുന്നത്? പ്രാവിനെ എവിടെയെങ്കിലും വരാം. But how are they coming inside? I'm just not able to figure it out. And guys, by the way, time is 10:50 and we are very, very, very tired. Dad has gone for money exchange. നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം വിചാരിച്ചു. ഒരു കാര്യം നടക്കില്ല. കാല് ഹാസ് ഗിവൻ അപ്പ്. ഗൈസ്, നമ്മൾ ഫൈനലി ബോർഡ് ചെയ്തു. Boarding has been completed and we are very happy to announce that we are going. ബ്രൈറ്റ്നെസ് കുറച്ചിരിക്കുക. നമ്മളെത്തി. ഗുഡ് മോർണിംഗ്. നമ്മൾ മലേഷ്യയിൽ നിന്ന് ഹോച്ചിമിൻ. ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ്. ഹോച്ചിമിൻ പോവാണ്. ട്രാൻസ്ഫർ കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സൗണ്ട് വരുന്നുണ്ടോയെന്ന് അറിയില്ല. We are boarding. Yes. Ho Chi Minh City. Ho Chi Minh City. We are reaching Ho Chi Minh City. Saigon River. ഞങ്ങൾ വിയറ്റ്നാം എത്തി. പിന്നെ നമ്മൾ കറൻസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സുജേട്ടൻ പോയിട്ടുണ്ട്. പിന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സുജേട്ടൻ കറൻസി ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് റൂമിൽ പോകാൻ. തരൂല്ല. 2 മണിക്കാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കറങ്ങി പോവാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗ്